എന്നമ്മ ഞാൻ ഇപ്പം എന്തോന്നാണ് അതിന്? എന്തായാലും 1.5 മാസം കൊണ്ട് സഹിച്ചാൽ മതിയല്ല. അമ്മ ഒരു കാര്യം ചെയ്യും, ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് എന്തെങ്കിലും തീരുമാനിക്കാം. എന്താണ് പ്രശ്നം? എടാ എൻ്റെ അനിയല്ലേ ആ പൊട്ടൻ, വീട്ടിൽ കോഴിക്ക് തീറ്റ വാങ്ങിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ചിക്കൻ ഫ്രൈഡ് റൈസ് വാങ്ങിച്ചോണ്ട് വന്നേക്കുന്നു. എടാ ഇവനല്ലേ പണ്ട് 1/2 കിലോ പഴം മേടിക്കാൻ പറഞ്ഞപ്പോഴേ പഴം കിട്ടാത്തോണ്ട് പോയി 40 പഴംപൊരി മേടിച്ചോണ്ട് വന്നു, അതിലെ പഴം കുത്തി എടുത്തോണ്ട് വന്നു. അത് തന്നെ. എടാ ഇവനെ എന്ത് വിശ്വസിച്ചാടാ നീ UK പറഞ്ഞു കൊടുക്കുന്നത്? എൻ്റെ അളിയ ഇവിടുത്തെ പോലൊന്നും അല്ല അവിടെ. അലുവയും തിരിച്ചറിയാത്ത അവനേക്കാം, അത് ഒറ്റയ്ക്ക്. എടാ അവന് ഇതിനെക്കുറിച്ച് വല്ല ധാരണ ഉണ്ടോ? എടാ ആ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് ഒരു ടെൻഷനും ഇല്ല. കാരണം അവൻ പോണതേ മംഗളം ട്രാവൽസ് വഴിക്കാണ്. അവരാകുമ്പോഴത്തേക്ക് ടിക്കറ്റിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, ഈ ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സും ഈ മറ്റേ സ്റ്റാമ്പിങ്ങും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് നോക്കിക്കോളും. ഒരൊറ്റ ഷെൻഗൻ വിസ കൊണ്ട് 29 യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. അതുമല്ല USA, UK, ഓസ്ട്രേലിയ തുടങ്ങിയ പ്രധാന രാജ്യങ്ങളിലോട്ട് ഈസി ആയിട്ട് വിസ അപ്പോയിൻമെൻറ്റും കിട്ടും. അല്ലാതെ പിന്നെ മരപ്പാടിനെ ഞാൻ ചുമ്മാ കയറ്റി വിടുമെന്ന് വിചാരിച്ചാളെ. അങ്ങനെ ആണെങ്കിൽ കൊള്ളാം. ഹലോ, എപ്പാ? ശരി ശരി. എന്താടാ? ഉത്തരവാദിത്തമുള്ള ഈ ചേട്ടൻ്റെ അനിയനെ അബ്രോഡ് പോകുന്ന സന്തോഷത്തിൽ ജംഗ്ഷനിലിരിക്കുന്ന പാർട്ടിയുടെ കൊടിമരത്തിൽ നിന്ന് പാർട്ടിയുടെ കൊടി താഴ്ത്തി കെട്ടിട്ട് UK ദേശീയ പതാക ഉയർത്തി കെട്ടിന് പാർട്ടിക്കാർ തിരക്കി നടക്കുന്നൊരു വാർത്ത കേട്ടു. കാര്യം അങ്ങോട്ടല്ല, ഇങ്ങോട്ട് പോടാ. വെള്ളം, സോറി. രണ്ടും പൊട്ടന്മാരല്ല.